ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി DK Tales. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കേസ് കോഡ് ദുബായ് ആക്ച്വലി 1 ഇയർ ജേർണി കംപ്ലീറ്റ് ചെയ്തവരും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 1 ഇയർ ജേർണി കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു പ്രോഗ്രാം ഒന്നും നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റുഡിയോയിൽ ചെറിയൊരു ഫംഗ്ഷൻ, ചെറിയ കുട്ടി ഫംഗ്ഷൻ, നമ്മുടെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സും പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് പാരൻസൊക്കെ ആയിട്ട് സ്റ്റുഡിയോനകത്ത് ചെറിയൊരു ആനുവൽ ഡേ സെലിബ്രേഷൻ നടത്താം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇന്നാണ് ആ ദിവസം. ആൻഡ് ഓഫ് കോഴ്സ് ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഇൻഹൗസ് ഡാൻസ് കോമ്പറ്റീഷനും കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എല്ലാവരും അവിടെ ഭയങ്കര പ്രിപ്പറേഷൻസിലാണ്. ഞാനാണ് എൻകറേജ് ചെയ്യുന്നത്. അതിനാ ഇവിടെ ഹെസ് എഴുതി വെച്ചിട്ടുണ്ട്, ഇനി ഇതൊക്കെ കാണാൻ പാടെ പഠിക്കണം. ഭയങ്കര നെർവസാണ്, പക്ഷേ അതേ സമയം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ദുബായിൽ വന്നിട്ട് 1 വർഷമായി. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. ഞാൻ ഇവിടെയൊക്കെ കാണിച്ചു തരാം. അത് നമ്മുടെ 2 പിള്ളേർ ഇവിടെ വളരെ കഠിനാധ്വാനത്തോടു കൂടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ജഡ്ജസിനുള്ള മാർക്ക് ലിസ്റ്റാണ് അരുൺ റെഡിയാക്കിക്കൊണ്ടിരിക്കണേ. അർജുൻ ഇവിടെ സോങ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ചില കുട്ടികൾക്ക് സോങ് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് ചെയ്ത് കൊടുക്കുന്നു, അല്ലേ അർജുൻ? ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ നിന്നതേ ഇതൊക്കെ ഡെക്കോർ ചെയ്തു. ഇവിടെയൊക്കെ ബലൂണാണ് നമ്മുടെ ആയുധം. എന്ത് പരിപാടി വന്നാലും നമ്മൾ ആദ്യം ബലൂൺ വെച്ച് പരിപാടികൾ തുടങ്ങും. പിന്നെ ക്ലാസ്സിനകത്ത് ഇവിടെയൊക്കെ നമ്മൾ ബലൂൺ വെച്ചു. പിന്നെ ബാക്കിലൊരു നിങ്ങൾക്ക് തല തിരിഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടാവുക, ബിക്കോസ് ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ടിരിക്കുന്നത്. കേസ് കോഡ് ദുബായ് ഇൻഹൗസ് ഡാൻസ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. ബിക്കോസ് കുട്ടികൾക്ക് ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ ഒരു സ്റ്റേജിൻ്റെ ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ട്രോഫീസ് ഒക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഭയങ്കരമായിട്ട് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് കാണുന്നില്ല. ഇപ്പോൾ കാണുന്നുണ്ട് ട്രോഫീസ്. പിന്നെ ഇത് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ആയിട്ടുള്ള ഓരോ ബാച്ചിൽ നിന്നും ഉള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെറിയൊരു സെലിബ്രേഷനാണ്. ഇന്ന് 6 മണിക്ക് ആണ് സ്റ്റാർട്ട് ചെയ്യണേ. കോസ്റ്റ്യൂമൊന്നും ഉണ്ടല്ലോ, കോസ്റ്റ്യൂമൊക്കെ മഴന്നുണ്ട്. അമ്മേ, എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടെൻഷനുണ്ടോ? എന്തിന്? ഇവർക്ക് ആർക്കും ഒരു ടെൻഷനില്ല കേട്ടോ, പക്ഷെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ബിക്കോസ് പരിപാടി എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട്. എവിടെയെങ്കിലും പാളി പോകുമെന്നുള്ളൊരു ടെൻഷനുണ്ട്. പക്ഷേ ഐ ക്യാൻ ഡു ദിസ്. കുക്കുവിനെ ആയിരിക്കും നിങ്ങൾ ആലോചിക്കേണ്ടാവുക. കുക്കു ഈ തിരക്കിൻ്റെ ഇടയിൽ ജിമ്മിൽ പോയേക്കാണ് ഗൈസ്. അവൻ ജിമ്മിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് സുന്ദരി സുന്ദരന്മാരായിട്ട് ഇറ്റ്സ് കംപ്ലീറ്റഡ്. പിന്നെ അതേ നമ്മൾ ഞാൻ സ്വന്തമായി ഡിസൈൻ ചെയ്ത എൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ഫസ്റ്റ് സെക്കൻഡ് കിട്ടാത്ത കുട്ടികളെ സന്തോഷിപ്പിക്കാനായി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് സർട്ടിഫിക്കറ്റ്. അതുണ്ട്. പിന്നെന്തൊക്കെയാ? ഡിസൈനർ ഞാനാണല്ലോ. ഞാൻ തന്നെ. അപ്പം ഇവിടെ മറ്റേ എല്ലാം നമ്മൾ തന്നെയെന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. എന്തൊരു വിളിച്ചാണ് ഇവിടുന്ന്. ബാക്കിൽ ഞങ്ങളുടെ വിഷൻ ബോർഡ് കാണാം കേട്ടോ, വെറുതെ ഒരു സന്തോഷത്തിന്. അപ്പോൾ ഇനി ഞാൻ പഠിച്ച് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. കുക്കു, ഈ തിരക്കിൻ്റെ വരെ നീ എവിടെ പോയി കിടക്കുമായിരുന്നു? വർക്ക്ഔട്ട് കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. കമോൺ. നമ്മുടെ ഇവിടെ സൗണ്ട് ചെക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺട്രിബ്യൂഷൻ ബൈ ഓൾവേസ് നമ്മളെ നന്ദിയുണ്ട്. നിങ്ങളെ കാണുന്നില്ല, ഫുൾ ഇരുട്ടാ. അവിടുന്ന് വെളിച്ചം ഇരുട്ടാണോ? ഒന്നും പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യേണ്ട സമയമായി. അപ്പൊ ഞാനോ? അവനുണ്ട് ഇവിടെ. നീ കേസ് കോഡിന്റെ മുന്നിൽ നിന്നിട്ട് ചാടാൻ പാ. നിങ്ങൾ രണ്ടാളും ചാടത്തെ. ഞങ്ങളെ കോസ്റ്റ്യൂം മാറി വരുന്ന കോസ്റ്റ്യൂം മാറി ചാടാൻ പറ്റും. Costume മാറിയിട്ട് വരാം. Ready? 1, 2, 3, go.
എന്താ ഉണ്ടായേ? വളരെ നല്ലൊരു അഭിനയായിരുന്നു. ഓ, സുന്ദരിമണികൾ രണ്ടാൾ ഇവിടെ എത്തിയിട്ടിരിക്കുന്നു. എങ്ങനെ പോകുന്നു? ചെസ് നമ്പർ ഒക്കെ പിള്ളേര് മേടിച്ചു അല്ലേ? അതെ, കറക്റ്റ് സമയത്ത് ഷാന വന്നു. ഒന്നും കുഴപ്പമില്ല, ഇല്ലാതെ നമുക്ക് എടുക്കാം, നോക്കാം. അപ്പൊ സംഭവം ഇതുവരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അരുൺ വാ വാ വാ, എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആണോ? അരുണേ, നീ വന്നതിന് ശേഷം ആദ്യത്തെ പരിപാടിയാണിത്. അരുൺ പൊന്നാനിക്കാർക്ക് വേണ്ടി എന്തെങ്കിലും പറയൂ. എന്റെ പൊന്നാനിയിലുള്ള പൊന്നമ്മന പുത്രങ്ങളെ പറയൂ. നിന്റെ അതെ, ചീത്ത വിളി. പ്രോഗ്രാം തുടങ്ങിയതിനു ശേഷം ജഡ്ജസിനെ വിളിച്ച് അവരോട് വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡും ചെസ് നമ്പറിന്റെ സാധനവും നീ റെഡിയായിട്ട് നീ പിന്നെ അതാണ് ഞങ്ങളിങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണികൾ കൊടുക്കും, കറക്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഇത് അപ്പൊ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അവൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇവള് മാത്രം കോൺസെൻട്രേറ്റ്. ഞാൻ എല്ലാവരെയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് മൈ ഡ്യൂട്ടി. ഷബാസ് നമ്മളുടെ കൊച്ചിയിലെയും കേസ് കോഡ് നൈറ്റിന്റെ സോങ് മൊത്തം മാനേജ്മെന്റ് അതേ ആള് നമുക്ക് ദുബായിൽ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഷബാസിന് എന്താണ് ഷബാസ് നാട്ടിലോട് പറയാനുള്ളത്? ഷബാസ് ഫ്രം കണ്ണൂർ, മലപ്പുറം, ഓക്കെ, മലബാറി. ദൈവമേ, തെലുങ്ക് ബ്ലോക്ക് ബസ്റ്റർ പടം കണ്ടൊരു ഫീല്. ഫയർഡാ എടാ നിന്നെ പറ്റിയടാ ഞാൻ പറയണേ. അപ്പൊ സ്റ്റോപ്പിംഗ് പറ്റിയോ? കേട്ടിട്ടുണ്ട് ഇത് കുറെ കേട്ടിട്ടുണ്ട്. കാര്യം നമ്മളെല്ലാവരും ഇത്ര നേരം പെർഫോമൻസ് ആസ്വദിച്ചു. സത്യം പറഞ്ഞാൽ അവർക്ക് ആസ്വദിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല, ബിക്കോസ് അവരവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ. സാധാരണ ജഡ്ജ്മെന്റ് പോയി കഴിഞ്ഞാലേ ഭയങ്കര ടെൻഷനും, സ്റ്റേജിൽ നിന്ന് ഈ പേപ്പറിന് ഞാൻ പെണ്ണെടുക്കില്ല, അത്രയും കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ എഴുതി ഓരോന്നിരിക്കണതാണ്. പക്ഷെ ഇത് നമ്മുടെ തന്നെ കുട്ടികളായതുകൊണ്ട് അവർ ഇത്രയും നന്നായി പെർഫോം ചെയ്യുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടായി അവർ ഇരിക്കുന്ന സമയത്ത്. അപ്പൊ ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടി. പക്ഷെ എനിക്കൊന്നും പറയാനില്ല കേട്ടോ, വളരെ കുറച്ച് കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവർക്കൊരു 1.5 കയ്യടി നിർഭാഗ്യവശാൽ ചിലപ്പോ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ 1-2 പേർക്ക് കിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഇവിടെ പെർഫോം ചെയ്തവരെല്ലാവരും വിജയികളാണ്. അതിനപ്പുറം ഒന്നും പറയാനില്ല. അപ്പൊ ഇപ്പൊ പെർഫോം ചെയ്തവരുടെ പേഴ്സണലായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരും, അർജുൻ സാറും പറഞ്ഞുതരും. പക്ഷെ നിങ്ങളുടെ കൊറിയോഗ്രാഫി, അതുപോലെ ചിലർ ടീം, പ്രോപ്പർട്ടി, ഐഡിയ എല്ലാം അടിപൊളിയായിട്ടാണ് ട്രൈ ചെയ്തേക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി അല്ലേ, ഇത് ഫസ്റ്റ് പരിപാടിയല്ലേ. അപ്പൊ അതില് ഇത്രയും ഫയർ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മള് പൊള്ളിച്ചിരിക്കും. മക്കളെ നന്നായി പ്രാക്ടീസ് ചെയ്യാം. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നത്. അതില് ഒരുപാട് ആൾക്കാർ കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്തത്. അവരുടെ ഒരു കാറ്റഗറി ഉണ്ടാവും, എല്ലാവർക്കും ഒരു മാക്സിമം ലെവൽ ഉണ്ടാവും. ആ മാക്സിമം ലെവലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് അതൊരു കോമ്പറ്റീഷനാണ്. മാക്സിമം ലെവലിന്റെ അവിടേക്ക് പോകണ്ട, ഇതിനുള്ളിൽ കംഫർട്ട് സോണിൽ കളിക്കാം എന്ന് പറയുമ്പോൾ അത് കോമ്പറ്റീഷൻ ആവില്ല. ഇവന്റോ അത് നല്ല ഗ്രേസ്ഫുള്ളി ആണ് കളിക്കുന്നതെങ്കിൽ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് പോകണം. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ മനസ്സിലാവും. ഇവന്റോ ഇപ്പൊ നമ്മള് 3 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചതിന്റെ ഉദ്ദേശം അങ്ങനെ തന്നെയാണ്. നമുക്ക് 3 കാറ്റഗറീസിന്റെ മാക്സിമം ലെവല് ഡിഫറൻസ്. ഓക്കെ, സോ നമ്മുടെ ആനുവൽ ഡേക്ക് നമ്മൾ യൂഷ്വലി ചെയ്തു വരുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ദ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ്. പക്ഷേ നമുക്ക് അറിയാം, നമുക്ക് വളരെ ഷോർട്ട് ടേം ആണ്. ഒരു 1 ഇയർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഷോർട്ട് ടേം അല്ല, സമയമുണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് വരും പോവും അങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ എത്ര ദിവസം ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഏത് അപ്പോൾ നമുക്കൊരു ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദി ഇയറിനെ സെലക്ട് ചെയ്യാൻ ആക്ച്വലി കുറച്ച് ടാസ്ക് ആണ്. സോ
നമ്മൾ ചെയ്തിട്ടുള്ളത് ഓരോ ബാച്ചിൽ നിന്നും ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡ് ഏത് കാറ്റഗറി ഒക്കെയാണ് നോക്കിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ ക്ലാസ്സിൽ മുടങ്ങാതെ വരുന്നുണ്ടോ? ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡാൻസ് വൈസുള്ള ഇംപ്രൂവ്മെന്റ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി കണ്ടു അവരുടെ ഒരു ജേർണി അല്ലേ. ആസ് എ സ്റ്റുഡൻറ്, ആസ് എ ഡാൻസർ അവർ എത്രത്തോളം ഗ്രോ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ലൈവായിട്ട് കണ്ടതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ്, പിന്നെ ഓവറോൾ ക്യാരക്ടർ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഓരോ ബാച്ചും. ഇവൻ ആരമായി കൊടുത്തത്? ഓക്കെ, സോ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡ് കൊടുക്കുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും സാറ്റർഡേ ആണ്, കുറേ പ്രോഗ്രാംസ് ഉണ്ട്. സോ നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ, സോ പക്ഷേ ഈ ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡ് കൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ട 2-3 ആൾക്കാർ ഇവിടെ വേദിയിൽ എത്തണം. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം അർജുൻ ആൻഡ് അരുൺ ആൻഡ് കുക്കു ഓൺ സ്റ്റേജ്. യെസ്, അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ പ്രോഗ്രാംസിനൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അർജുൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അരുൺ ഒരു പുതുമുഖമായിരിക്കാം നിങ്ങൾക്ക്. അരുൺ ഇസ് ഓൾ ദ വേ ഫ്രം പൊന്നാനി അല്ലടാ. നമ്മുടെ കേസ് കോഡിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, കേസ് കോഡ് തൃശ്ശൂർ ബ്രാഞ്ചിൽ. വളരെ പ്രൗഡായിട്ട് പറയാനേ ഓരോ സ്റ്റുഡൻസിനുള്ള ഇൻസ്പിറേഷൻ ആണ് ഇതുപോലുള്ള നമ്മുടെ അക്കാഡമിയിൽ ടീച്ചേഴ്സ് തന്നെ. അത്രയും വർഷങ്ങളോളം ആ ഒരു ക്ഷമ അവൻ 2 മണിക്കൂർ 3 ബസ് കഴിഞ്ഞിട്ടേക്ക് വരാം. അപ്പൊ ഒരു ദിവസം ഒരു മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒരു ദിവസം നമ്മൾ എടുക്കും. അങ്ങനെ ഇത്രയും വർഷങ്ങളോളം കാത്തിരുന്നിട്ട് അത് പ്രോബ്ലം. നല്ലൊരു കൈഡി കൊടുക്കാൻ അങ്ങ് പൊന്നാനിയിൽ നിന്ന് ദുബായിൽ എത്തിയിരിക്കുകയാണ് അരുൺ. പക്ഷെ അവൻ ആഗ്രഹിച്ചതിനേക്കാളും വലുത് ഞങ്ങൾ കൊടുത്തേക്കാണ് ഇന്റർനാഷണൽ. കരയടാ, നീ കരയും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നീ കരയണം. അരുണിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് 2 വാക്ക് അർജുനെ പറ്റി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അടുത്ത മീറ്റിംഗിൽ അർജുനെ അടിക്കുന്ന ഉറപ്പാണ്. സോ അർജുനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ബിക്കോസ് ലാസ്റ്റ് ഒരു 1 ഇയർ നമ്മൾ കുറേ സമയം ഇവിടെ ഉണ്ടായിരുന്നു, കുറേ സമയം നമുക്ക് നാട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ സ്റ്റുഡിയോ അവിടെ ഉള്ളതുകൊണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ ഒരു ബേബിയാണ് ആക്ച്വലി കേസ് കോഡ് എന്ന് പറയുന്നത്, ഒരു ഇപ്പോഴത്തെ 3rd ബേബി. അപ്പോൾ ഈ ബേബീനെ നമുക്കറിയാം, നമ്മുടെ മക്കളെ നമ്മൾ വേറൊരാളെ ഏൽപ്പിച്ച് പോകുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും അല്ലേ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണോ കൊടുത്തത് അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും ഭംഗിയായി തന്നെ നോക്കി ഞങ്ങളെ തിരിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ലേറ്റ് എല്ലാം ഉണ്ട് ഇവിടെ, ഒന്നും പോയിട്ടില്ല അതൊക്കെ. സോ ഇത്രയും നല്ലൊരു ടീമിനെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലൈക്ക് പലരും വരും പോവും, പക്ഷെ കൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന 2 പേരാണ്. സോ താങ്ക് യു സോ മച്ച് അർജുൻ ആൻഡ് അരുൺ. ഓക്കെ, സോ നമുക്ക് പോവാം ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡിലേക്ക്. ഫസ്റ്റ് വീക്ക് ഡേയ്സ് ജൂനിയർ ബാച്ചിൽ നിന്നും കിഡ്സ് ജൂനിയർ ബാച്ച്. ഓക്കെ, വീക്ക് ഡേയ്സ് കിഡ്സ് ജൂനിയർ ബാച്ചിൽ നിന്നും ഇസ മെഹർ. പറയൂ 2 വാക്ക്. I'm happy to be here. ഇതിൽ വലുത് എന്ത് വേണം ഗൈസ്? ഹിപ്പ് ഹോപ്പ് ബാച്ച്, വീക്കെൻഡ് ഹിപ്പ് ഹോപ്പ് ബാച്ചിൽ നിന്നും ആരവ് സന്തോഷ് വന്നിട്ടില്ല ഒരിക്കലും. ഓക്കെ, സോ എന്തറിയോ, അവരെല്ലാവരും ക്ലാസ്സിലേക്ക് മുടങ്ങാതെ വരുന്നോണ്ട് അവര് വരുമ്പോ ബാക്കിയുള്ളവർ വരില്ല. അപ്പൊ പരിപാടിക്ക് നിങ്ങളാരും വരില്ല. പക്ഷെ നമ്മൾ അവരെ പറ്റിച്ചു. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ. നെക്സ്റ്റ് വീക്കെൻഡ് കൊറിയോ ബാച്ചിൽ നിന്നും
Best student award goes to Arav Nair Mano. So weekdays choreo batch best student award goes to Reshma Basket. ഇത് മോളിലേക്കാണ് ഇത് ബാക്കിലേക്കാണ്. ഇംപ്രൂവ്മെന്റ് നിങ്ങൾ കണ്ടോ എനിക്കറിയില്ല, പക്ഷേ എപ്പോഴും വരുന്ന അതിൽ ഡേ ബൈ ഡേ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് രേഷ്മ. ബാച്ചിലെ എല്ലാവരും റെപ്രസെന്റ് ചെയ്ത് രേഷ്മയ്ക്ക് വലിയ പേര്. Okay, now let's move on to weekend ladies batch. Weekend ladies batch ൽ നിന്നും ഒരു എക്സ് സ്റ്റുഡന്റ് ഇരിപ്പുണ്ട് അവിടെ. Okay, so weekend ladies batch ൽ നിന്നും best student award goes to Sangeeta. Unfortunately Sangeeta team വന്നിട്ടില്ല. Okay, and last ആളും പുള്ളി ഇവിടെ ഇല്ല, പുള്ളി നാട്ടിൽ പോയി കാണാൻ. But still gents batch ൽ നിന്നും we have Sanu. സനു ബേട്ടനും വന്നിട്ടില്ല. ബട്ട് ഇതിൽ കുറെ പേര് എത്താൻ സാധിച്ചില്ല. എല്ലാവർക്കും ജെൻസ് ബാച്ച് നിങ്ങൾ തുടങ്ങിയവരെ നിങ്ങൾ എല്ലാരെയും അറിയിക്കട്ടോ. പേരുമാറി പോരുതേ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അനിക അനേ. Actually, പുള്ളിക്കാരി പോയി to Alisha. Goes to Avit. ഞാനൊന്ന് പറയട്ടെ, എനിക്കൊരു 30 സെക്കൻഡ് എത്താ. First prize goes to Reshma. റെഡി? ഫോട്ടോ കൊണ്ട് നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യാം. പക്ഷേ ബിഫോർ ഈ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന 2 കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അലീഷ ആൻഡ് അവളുടെ പേരെന്താ? ആലിയ. ഇന്നേ ദിവസം നിങ്ങളാണ് ഇത് കട്ട് ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു കൂടെ പാടിയിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. What's happening here? അതെ ഇവരുണ്ട്. എന്തായിരുന്നു ഇത്? ചേച്ചിക്കൊണ്ട് നോക്ക്. ഓക്കെ, 2 വാക്ക്. ഇതിങ്ങനെയല്ലോ, ഇങ്ങനെയല്ലേ. അരുണിന്റെ ഫസ്റ്റ് സാലറിന്ന് അരുൺ വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ് ആണ്. മൈക്കിൾ ജാക്സൺ. താങ്ക് യു.
ഇതാണോ എൻ്റെ ബ്ലാക്ക്? ഓ നൈസ്, ഓ നൈസ് നൈസ്. ആ ഇതിൻ്റെ ഞാനൊന്നും പറയുന്നു അങ്ങനെയല്ല, ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, പക്ഷെ സന്തോഷം. താങ്ക് യു അർജുൻ, താങ്ക് യു, താങ്ക് യു. ഓക്കെ ഗൈസ്, നമുക്കിനി വൈൻഡപ്പ് എടുക്കാം. ഇതോടുകൂടി അങ്ങ് വൈൻഡപ്പിലേക്ക് പോവാം. അപ്പൊ ഞാൻ വേണ്ടേ, ഇങ്ങോട്ട് പോവാം അങ്ങോട്ട്. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ ആനുവൽ ഡേ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു. നമ്മളൊക്കെ മാത്രമായി, കുറച്ച് പേര് അപ്പുറത്തുണ്ട്, പക്ഷെ സ്റ്റുഡൻസ് എല്ലാവരും പോയി. ഇതിന്റെ വ്ളോഗിന്റെ തുടക്കമാണ് ഞാൻ ശരിക്കും എടുത്തിട്ടുള്ളൂ. ഓക്കെ, അവൻ ക്യാമറയിൽ എടുത്തിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. അതെടുത്ത് പറയണോ ഞാൻ? ആ വേണ്ട. ഓക്കെ, സോ എന്തായാലും നമ്മൾ നടത്തി, ഞങ്ങളുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു. സോ അതെ, കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു ആനുവൽ ഡേ ആയിട്ട് നടത്തിയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കൈൻഡ് ഓഫ് ആനുവൽ ഡേ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ നടത്തി. അത്രേ ഉള്ളൂ. അതില് മാക്സിമം കുട്ടികൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് ഓരോ മക്കളും എന്ത് നന്നായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, എന്ത് നന്നായി അണിഞ്ഞു ഒരുങ്ങി ക്യൂട്ടായിട്ടാ വന്നേക്കണേ. അപ്പൊ കുറെ പേര് നമ്മളെ ഞെട്ടിച്ച പെർഫോമൻസുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ സയാനൊക്കെ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സയാൻ ഇങ്ങനെ കളിക്കുന്നു അല്ലേ. ക്ലാസ്സിൽ ഉമ്മച്ചിരി ഇങ്ങനെ നോക്കി നിൽക്കണ ആളാ. പക്ഷെ അങ്ങനെ കുറെ പേര് കേട്ടാ, ഞാൻ സയാനെ പെട്ടെന്ന് ഓർമ്മ പറഞ്ഞേ ഉള്ളൂ. കുറെ പേര് നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ ഇനിയും കുറെ പേര് പെർഫോം ചെയ്യാത്തവരുണ്ട്. അവർക്ക് ഇതൊരു നഷ്ടമാണ്, നഷ്ടമാണ്. പക്ഷെ നമ്മള് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അവർക്കൊരു കൊടുക്കാന്ന്. പിന്നെ നമ്മളിപ്പോ ചെറിയ സർട്ടിഫിക്കറ്റാ കൊടുത്ത, പക്ഷെ ആ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ അതിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ട്രോഫി. പിന്നിലവിടെ. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു വ്ളോഗ് ഏത് രീതിയിലാണ് വരാമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ വാക്ക് പാലിച്ചു, ആനുവൽ ഡേ നടത്തി. ആൻഡ് നമ്മൾ എല്ലാവരും, നിങ്ങളെല്ലാം ഹാപ്പി അല്ലടാ? ഓക്കെ, അപ്പം ഇനി വാക്കുകളില്ല. അടുത്തൊരു വ്ളോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.